എൻ്റെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റാണ് ഭൂമിയാകുന്നു നാം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു തലക്കെട്ട്? ശരിയാണോ? ഭൂമിയാണോ നമ്മൾ? ആണല്ലേ? ഒന്നാലോചിച്ചാൽ അതല്ലേ ശരി. നാം ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ്. നാം ആശ്രയിക്കുന്നതും ഈ ഭൂമിയെ തന്നെയാണ്. ഭൂമിയില്ലാതെ നമുക്കൊരു അതിജീവനം സാധ്യമാണോ? അല്ലല്ലേ. ഈ ഭൂമിയിലുള്ള ഓരോ ജീവജാലങ്ങളും നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്. അപ്പോൾ നാം തന്നെയല്ലേ ഭൂമി? ഭൂമി എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമല്ലേ? അതെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ശീർഷകം ഈ ഒരു യൂണിറ്റിന് വളരെ അനുയോജ്യമാകുന്നു. പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്ന പ്രകൃതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട മാനുഷിക മൂല്യങ്ങൾക്കും സഹജീവി സ്നേഹത്തിനും പ്രാധാന്യം നൽകുന്ന പാഠങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലാദ്യത്തേത് ആന ഡോക്ടർ, രണ്ടാമത് പുളിമാവ് വെട്ടി, അടുത്തത് പ്രകൃതി പാഠം. ഇനി നമുക്ക് യൂണിറ്റിൻ്റെ പ്രവേശകമൊന്ന് നോക്കാം. അവിടെ പ്രഭാവർമ്മയുടെ കിളിക്കൂട് എന്ന കവിത കാണാം. വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. കിളിക്കു വേണ്ടത് കിളിക്കൂടെന്നു നാം പറഞ്ഞു പറ്റിപ്പോ കിളിയെ നമ്മളെ. കിളിക്കുണ്ടാകാശം കിളിക്കൂടായി, അതിലുറങ്ങുവാൻ വിടില്ലൊരു കിളിയെയും. ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കവിടെ ഒരു മനുഷ്യനെയും കിളിയെയും കൂട്ടിലകപ്പെട്ടതായി കാണാം. സ്വതന്ത്രമായി ആകാശത്തിൽ വിഹരിക്കേണ്ട പക്ഷികളെയും ഭൂമിയിൽ സഞ്ചരിക്കേണ്ട മൃഗങ്ങളെയും നാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിലാക്കുന്നത് ശരിയാണോ? തെറ്റല്ലേ അത്? അവർക്കുമുണ്ടല്ലേ പ്രകൃതിയിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനും പ്രകൃതിയെ അറിയാനുമുള്ള അവകാശം. അതിനെ നാം ഹനിച്ച് നാം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അത് കൂട്ടിലാണ് വസിക്കേണ്ടത് എന്ന് വെച്ച് അതിനെ കൂട്ടിലാക്കുന്നു. പ്രകൃതിയോടിണങ്ങി ജീവിക്കാനുള്ള അതിൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് നാം അവിടെ ഹനിക്കുന്നത്. ഇതേ ആശയം തന്നെയാണ് വരികളിലും പറയുന്നത്. ചിത്രത്തിലും വരികളിലും ഒരേ ആശയം തന്നെയാണ്. വരികളിലൂടെ നോക്കാം. കിളിക്ക് വേണ്ടത് കിളിക്കൂടെന്ന് നാം പറഞ്ഞു പറ്റിപ്പോ കിളിയെ. അല്ലേ? കിളിയെ നമ്മൾ തത്തയോ എന്തോ കിളിയാകട്ടെ, എല്ലാ കിളികളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് കൂടാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അതിനെ കൂട്ടിലിട്ട് അതിന് വേണ്ടതെല്ലാം ഇതൊക്കെയാണെന്ന് പറഞ്ഞ് നാം അവയ്ക്ക് വെച്ച് നീട്ടുന്നു. പാവം, സ്വതന്ത്രമായ വിശാലമായ ആകാശത്ത് സഞ്ചരിക്കാനുള്ള അതിൻ്റെ സ്വാതന്ത്ര്യത്തെയും ആഗ്രഹത്തെയും നാം അവിടെ ഇല്ലാതാക്കുന്നു നമുക്ക് വേണ്ടി. കിളിക്കുണ്ട് ആകാശം കിളിക്കൂടായി. സത്യമല്ലേ? കിളിയുടെ കൂട് എന്ന് പറയുന്നത് ആകാശമാണ്. അതിന് താഴെയാണ് അതിൻ്റെ കിളിക്കൂട്. അതിലുറങ്ങാൻ ഒരു കിളിയെയും നാം അനുവദിക്കാറില്ല. നാം നമ്മുടെ ഭക്ഷണത്തിനായും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടിലായിട്ടും അതിനെ നമ്മൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. അതിന് താഴെ നൽകിയിട്ടുള്ള ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ജീവജാലങ്ങളോടുള്ള നമ്മുടെ സമീപനം മാറേണ്ടതുണ്ടോ? പ്രതികരിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നു മാറി പ്രകൃതിയെ തന്നെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയല്ലേ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? കവിതയിലെ കിളി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകളെക്കുറിച്ചാണ്. അനന്തമായ ആകാശത്തെ സ്വപ്നം കാണേണ്ട കിളിയെ ഇടുങ്ങിയ കൂട്ടിലടച്ച് വളർത്തുന്നത് പോലെ നമ്മളും സ്വയം സൃഷ്ടിച്ച അതിരുകളിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നു. ഇവിടെ മനുഷ്യനും ആ കൂട്ടിലകപ്പെട്ടതായി നിങ്ങൾക്ക് കാണാം. മനുഷ്യനും സ്വയം എന്താണ്, വേലികൾ കിട്ടി, ഇതാണ് നിൻ്റെ ലോകം, നീ ഇതനുസരിച്ച് നീങ്ങുക എന്ന് പറഞ്ഞ് മനുഷ്യനും അതിരുകൾ നിർമ്മിച്ച് അതിനുള്ളിലാണ് കുഞ്ഞുനാൾ മുതൽ തന്നെ അവർ മനുഷ്യനെ വളർത്തുന്നത്. എന്നാൽ അവനവൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഇഷ്ടങ്ങൾക്കനുസരിച്ച് വളരാൻ ഇന്നത്തെ ലോകം മനുഷ്യനെയും പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും അനുവദിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ നമ്മുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രകൃതിയെ വെറുമൊരു ഉപഭോഗ വസ്തുവായി കാണുന്നതിൽ നിന്ന് മാറി അതിനെയും അതിലെ ജീവജാലങ്ങളെയും ആദരിക്കാനും സംരക്ഷിക്കാനും നാം പഠിക്കണം. നമ്മെപ്പോലെ തന്നെ ഭൂമിയുടെ അവകാശികളാണ് എല്ലാ ജീവജാലങ്ങളും. സ്വാതന്ത്ര്യത്തോടെ പറന്നു നടന്ന് ദൂരങ്ങൾ കീഴടക്കി ജീവിതം ആസ്വദിക്കാൻ അവർക്കും അവകാശമുണ്ട്. അത് നാം മറന്നു പോകാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതാവുന്നതാണ്.